ഗായ്സ്, ഇന്ന് ഞാൻ ബ്ലൂ ലോക്കിൻ്റെ 5ാമത്തെ എപ്പിസോഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ട്രയോട്ട് മാച്ചിൽ അവസാനത്തെ മാച്ച് കളിക്കുന്നത് മോണിറ്റർ റൂമിൽ നിന്ന് കാണുകയായിരുന്നു ഇസഗിയും ബാക്കിയുണ്ടായിരുന്ന കളിക്കാരും. തങ്ങളുടെ എല്ലാ മാച്ചിലും വിജയിച്ച ടീമെ അവരുടെ അവസാനത്തെ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഷിദോയും റിന്നും തമ്മിലുള്ള കെമിസ്ട്രി വർക്കാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ മാക്സിമം എഫേർട്ട് എടുത്ത് അവർ 5ാമത്തെ ഗോൾ അടിക്കാനായി മത്സരിക്കുന്നു. അവസാനം റിൻ തന്നെ അവനെ വെട്ടിച്ച ഗോൾ നേടുന്നു. അങ്ങനെ കളി കഴിഞ്ഞതും അവൻ്റെ ആവശ്യം തീർന്നു എന്ന് മനസ്സിലാക്കിയ റിൻ അവനോട് ഫൈറ്റ് ചെയ്യാനായി തുടങ്ങുന്നു. പക്ഷേ ഷിദോ വിട്ടുകൊടുക്കുന്നില്ല. അവൻ തൻ്റെ കാൽമുട്ട് കൊണ്ട് റിന്നിൻ്റെ മൂക്കിടിച്ച് പരത്തുന്നു. ശേഷം തൻ്റെ ബൂട്ട് യൂസ് ചെയ്ത് അവൻ്റെ തലക്കിട്ട് ചവിട്ടാനായി തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും ഇഗോ അവരുടെ സ്യൂട്ടിൽ ഫിക്സ് ചെയ്തിരുന്ന ഇലക്ട്രോ ഷോക്ക് എന്ന മെക്കാനിസം ഉപയോഗിച്ച് അയാളെ ഷോക്ക് അടുപ്പിച്ച് വീഴ്ത്തുന്നു. അങ്ങനെ താനിത് യൂസ് ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഗോ അവിടേക്ക് എത്തുന്നു. അങ്ങനെ ട്രയോട്ട് മാച്ച് ഓവറായെന്നും അടുത്ത 6 മണിക്കൂറിനുള്ളിൽ അണ്ടർ 20 കളിക്കേണ്ട പ്ലേയേഴ്സിന്റെ ലൈനപ്പ് താൻ പുറത്തുവിടുമെന്നും പറഞ്ഞ ശേഷം അയാൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം ഓഫീസിലിരിക്കുന്ന ഇഗോ അയാളുടെ ലൈനപ്പ് ചെക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും അയാളുടെ അസിസ്റ്റന്റ് അവിടേക്ക് എത്തി ലൈനപ്പ് എന്തായി എന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ ഇഗോ പല കുക്കുകൾ ചേർന്നൊരു ഫുഡ് പാചകം ചെയ്താൽ അവർ ആ ഫുഡിനെ നശിപ്പിക്കും, അതുകൊണ്ട് കുറച്ചുപേരെ താൻ ഒഴിവാക്കേണ്ടതായുണ്ടെന്ന് ഇഗോ മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും ജപ്പാൻ യൂണിയൻ മാനേജർ ബരാസുറ്റ ഇഗോയെ ഫോൺ ചെയ്യുന്നു. അത് സായിയുടെ ആവശ്യം സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. ശേഷം 6 മണിക്കൂർ അവസാനിക്കാറായതറിഞ്ഞ് ഷിദോ ഒഴിച്ച് ബാക്കി പ്ലേയേഴ്സ് എല്ലാം അവരുടെ ലോബിയിൽ ഒത്തുകൂടുന്നു. അപ്പോൾ ഇസഗി ചിന്തിക്കുന്നു, ടോപ്പ് 6 പ്ലേയേഴ്സ് അല്ലാതെ ഗോൾ അടിച്ചത് ഞാനും ബാച്ചറയും ബാറോയും പിന്നെ റിയോയും മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ ടീമിലെടുക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഇസഗി വിചാരിക്കുന്നു. അങ്ങനെ അവന്റെ വിധിയെ തന്നെ മാറ്റാൻ കഴിയുന്ന ആ മത്സരത്തിൽ ചേരുവാനായി അവൻ കാത്തിരിക്കുന്നു. അങ്ങനെ കൗണ്ട് ഡൗൺ അവസാനിക്കാറായപ്പോഴേക്കും ഇഗോ ഡോറ് തുറന്ന് എല്ലാവരെയും നേരിട്ട് കാണാനായി എത്തുന്നു. അങ്ങനെ ഇഗോ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്നത് ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു സ്പോർട്സാണ്. ഗോളുകൾ മാത്രമേ അവിടെ കണക്കാക്കപ്പെടൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെയും ഗോൾ ആവറേജ് കണക്കാക്കിയുള്ള ഈഗോയിസ്റ്റുകളുടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തത്. ഇനി എല്ലാവരും തയ്യാറായിക്കൊള്ളൂ, ആരൊക്കെയാണ് തൻ്റെ 11-ൽ ഉള്ളതെന്നറിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈഗോ ഫസ്റ്റ് തന്നെ ഇത്തോഷി റിന്നിൻ്റെ പേര് വിളിക്കുന്നു. ഓരോ കളിയിലും അയാൾക്ക് ഹയസ്റ്റ് ഗോൾ ആവറേജ് ആയ 2.5 പെർ ഗെയിം ആണുള്ളത്. റിന്നിനെ കേന്ദ്രീകരിച്ചായിരിക്കും ടീമിൻ്റെ അറ്റാക്കിംഗ് നടത്തുകയെന്നും ഇഗോ പറയുന്നു. രണ്ടാമത് ഗോൾ കീപ്പറായി ഗഗമാറുവിനെ ഇഗോ സെലക്ട് ചെയ്യുന്നു. എക്സ്പ്ലോസീവ് ആയിട്ടുള്ള റിയാക്ഷൻസും സ്പ്രിങ് പോലെയുമുള്ള അവൻ്റെ ബോഡിയുമൊക്കെ കൂടുതലായി ഒരു ഗോൾ കീപ്പറെ അനുയോജിച്ചതാണ്. അങ്ങനെ ഗഗമാറുവും അതിനോട് യോജിക്കുന്നു. അടുത്തത് 2 സെന്റർ ബാക്ക് ആണ്. അത് ജൂബയും നിക്കോയുമാണ്. ജുബയുടെ റീച്ചിങ് എബിലിറ്റിയും നിക്കോയ്ക്ക് ബോൾ സ്റ്റീൽ ചെയ്യാനും ഫീൽഡിലെ മനസ്സിലാക്കാനുമുള്ള എബിലിറ്റിയുമാണ് അവരെ സെലക്ട് ചെയ്യാനുള്ള കാരണം. ശേഷം 2 ഫുൾ ബാക്കുകൾക്ക് വേണ്ട എബിലിറ്റീസായ സ്പീഡും ട്രിബിളിങ്ങും അതിന് യോജിച്ചത് ചിഗിരിയും ബാച്ചറിയുമാണ്. അങ്ങനെ ഈ ഡിഫൻസീവ് ലൈൻ കണക്ട് ചെയ്തുകൊണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കരാസു തബിത്തോയെ സെലക്ട് ചെയ്യുന്നു. അസാമാന്യമായ ബോൾ കൺട്രോളും മികച്ച അനലിറ്റിക്കൽ സ്കില്ലുമുള്ളതാണ് അയാളുടെ പ്രത്യേകത. ഇനിയുള്ളത് അറ്റാക്കേഴ്സിന്റെയാണ്. 2 വിങ്ങിലൂടെയും ഡിഫൻസിനെ തുളച്ചുകൊണ്ട് കയറി ചെല്ലുന്ന പ്ലേയേഴ്സിൽ ഒരാൾ ഒത്തോയാണ്. രണ്ടാമത്തേത് യുക്കിമിയും. ഒത്തോയുടെ സ്പീഡും പ്ലേയേഴ്സിന് ബ്ലൈൻഡ് സ്പോട്ടിലൂടെ കയറാനുള്ള എബിലിറ്റീസുമാണ്. എന്നാൽ യുക്കിമിയുടെ 1-on-1 വിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അവസാനത്തെ 2 പ്ലേയേഴ്സാണ് നമ്മുടെ അറ്റാക്കിങ്ങിന്റെ പ്രധാന ഭാഗവും കൈകാര്യം ചെയ്യേണ്ടത്. തന്റെ അസാമാന്യമായ ബോൾ കൺട്രോളും ഗോൾ അടിക്കാനുള്ള കഴിവും മൂലം അതിനായി സെലക്ട് ചെയ്തിരിക്കുന്നത് നാഗിയാണ്. ഈ പ്ലേയേഴ്സ് എല്ലാം റിന്നിനെ കേന്ദ്രീകരിച്ചാണ് അവരുടെ അറ്റാക്കിംഗ് നടത്തേണ്ടത്. അതിനാൽ തന്നെ ഇത്തോഷി റിന്നുമായി തന്റെ കോമ്പാറ്റിബിലിറ്റി സ്കോർ തെളിയിച്ച പ്ലെയറും അസേഷൻ ആൻഡ് കോ എക്സിസ്റ്റൻസ് കാണിച്ച പ്ലെയറും വേണമെങ്കിൽ അയാളെ തന്നെ വിട്ടിച്ച് ഗോൾ അടിക്കാൻ കഴിവുള്ള പ്ലെയറിനെയാണ് തനിക്ക് വേണ്ടിയിരുന്നത്. അത് വേറെ ആരുമില്ല, നീയാണ് ഇസഗി യോയിച്ചി എന്ന് ഇഗോ പറയുന്നു. ഇത് കേട്ടതും ഇസഗി ഞെട്ടുന്നു. ശേഷം ഇഗോ, ഇതാണ് അണ്ടർ 20-നെതിരെ നമ്മൾ ഇറക്കാൻ പോകുന്ന ലൈനപ്പ്. അവസാനം ബ്ലൂ ലോക്ക് 11-ൽ ചാൻസ് കിട്ടിയ ഇസഗി വളരെയേറെ ഹാപ്പിയായിരുന്നു. അതേസമയം ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട റിയോയും ബാറോയും നിരാശപ്പെടുകയും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യുന്നു. ബാറോയ്ക്കുണ്ടായ ദേഷ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പോഴേക്കും യുക്കിമിയ എന്തുകൊണ്ടാണ് ഷിദോ ടീമിൽ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നു. കാരണം അയാളും ഗോൾ സ്കോർ ചെയ്തിരുന്നു, പോരാത്തതിൻ്റെ നമ്പർ 2-ഉമാണ്. അപ്പോൾ ഇഗോ അതിനുള്ള ഉത്തരം നൽകുന്നു. ഷിദോയ്ക്ക് 2 ഗോൾ പെർ ഗെയിം എന്ന ആവറേജ് ഉണ്ടായിരുന്നെങ്കിലും റിന്നുമായുള്ള കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കാൻ അയാൾക്ക് സാധിച്ചില്ല. പോരാത്തതിന് അക്രമാസക്തമായ സ്വഭാവം മൂലം അയാൾക്ക് റെഡ് കാർഡ് കിട്ടാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താൻ അയാളെ ഒഴിവാക്കിയത്. പക്ഷേ അയാളുടെ കഴിവിനെ യൂസ് ചെയ്യാതെ വിട്ടത് ഒരു തെറ്റല്ലേ എന്ന് യുക്കിമിയ പറഞ്ഞെങ്കിലും അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തോഷി റിന്നിന് അയാളെ കൈമാറിയതെന്ന് ഇഗോ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. ശേഷം ഇഗോ തനിക്ക് ജാപ്പനീസ് ഫുട്ബോൾ യൂണിയനിൽ നിന്നും കോൾ വന്നതും അവരും സായിയുമായി വെച്ച ഡീലിനെ പറ്റിയും ഇഗോ സംസാരിക്കുന്നു. സായി ഈ മാച്ച് കളിക്കണമെങ്കിൽ അയാൾക്ക് ബ്ലൂ ലോക്കിലെ പ്ലെയറായ ഷിദോ റിയോസി ആവശ്യമാണെന്ന് പറയുകയും അങ്ങനെ ബ്ലൂ ലോക്കിന്റെ ഭാവിക്ക് വേണ്ടി താൻ ഷിദോയെ അവർക്ക് നൽകിയെന്നും അയാൾ പറയുന്നു. അങ്ങനെ ഇതിനെ കണക്ട് ചെയ്ത് 3 മണിക്കൂർ മുമ്പ് നടന്ന കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നു. കറക്ഷൻ റൂമിലിരിക്കുന്ന ഷിദോ അതിനകത്ത് പോലും വളരെയേറെ വയലന്റ് ആയിരുന്നു. ശേഷം ഡോർ തുറന്ന് സായി അകത്തേക്ക് വരുന്നു. സുഖമാണോ ഡെവിൾ ബോയ്? അത് ചോദിക്കാൻ നീ ആരാടാ? ഈ കേജ് കണ്ടിട്ട് നിനക്ക് ചെറുതാണെന്ന് തോന്നുന്നു, അതിനാൽ ഞാൻ നിന്നെ അഴിച്ചുവിടാം. പകരം എനിക്ക് നിന്റെ ഈഗോയെ വേണം. നിന്റെ ആ അക്രമാസക്തമായ കഴിവ് എനിക്ക് നീ കാണിച്ചു തരില്ലേ? ശേഷം ഇഗോ പറഞ്ഞത് കേട്ട റിൻ തന്നേക്കാൾ കഴിവുള്ള പ്ലെയറായ ഷിദോയെ സായിക്ക് തോന്നിയോ എന്നോർത്ത് റിന്നിന്റെ ദേഷ്യം വരുന്നു. ശേഷം ഇഗോ
ഇനി 15 ഡേയ്സാണ് നമുക്കുള്ളത്. അതിനാൽ തന്നെ ഞാൻ നിങ്ങൾക്കായി ഒരു ട്രെയിനിങ് സെഷൻ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ വിക്ടറി ഉറപ്പു തരുന്ന വിധത്തിലുള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ മുതൽ തോൽവി ഇനി ഒരിക്കലും വെച്ച് ഉറപ്പിക്കില്ല എന്ന് ഇഗോ പറഞ്ഞു വെക്കുന്നു. അപ്പോഴേക്കും റിൻ, എനിക്ക് ഈ ഗെയിം ഇതുവരെയും ഒരു ടഫായി തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിനെ നമ്പർ 1 ആകാനുള്ള എന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒപ്പം എല്ലാവരും തന്നെ ഇതേ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. അങ്ങനെ ഇത് കണ്ട ഈഗോ, ഈ ഈഗോയാണ് തനിക്ക് ബ്ലൂ ലോക്ക് ലെവലിൽ കാണേണ്ടതെന്ന് ഈഗോ പറയുന്നു. ഇതേ സമയം ഇസഗി ചിന്തിക്കുന്നു, അതെ, ഈ ഒരു ഗോൾ എനിക്ക് ഈ ടീമിൽ കയറാൻ വേണ്ടി മാത്രമായിരുന്നില്ല. പക്ഷെ ഞാൻ ബ്ലൂ ലോക്ക് ഈ ഗെയിം ജയിക്കും. അങ്ങനെ അതിനും അപ്പുറത്തേക്ക് ഞാൻ പോകും. അങ്ങനെ ഈഗോ ട്രെയിനിങ് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേസമയം ജപ്പാൻ അണ്ടർ 20 ട്രെയിനിങ് സെന്ററിൽ മീറ്റിംഗ് നടക്കുന്നത് കാണിക്കുന്നു. അവരുടെ മാനേജർ അങ്ങനെ സായി യുത്തോഷി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എല്ലാവരും അയാളെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും സെന്തോഷ് യുത്തോ എന്ന പ്ലെയർ അയാളെ കണ്ടിട്ട് വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതിരിക്കുന്നു. കൂടാതെ ഷിദോയും അയാളുടെ ബാക്കിലിരിക്കുന്നതായി അവർ ശ്രദ്ധിക്കുന്നു. അപ്പോഴേക്കും സായി അവരോടായി സംസാരിക്കുന്നു. നിങ്ങളിൽ ആർക്കും എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷെ ഇതുപോലൊരു അവസരം നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല. അതിനാൽ തന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക എന്ന് അയാൾ അവരോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യമെന്ന് സെൻഡോ എന്നിട്ട് അവനോട് പറയുന്നു, നീ അക്കാഡമി തലത്തിൽ വലിയ പുള്ളിയാണെന്ന് വെച്ച് ഞങ്ങളെ വില കുറച്ച് കാണരുത്. ഞങ്ങൾ കളിക്കുന്നത് ജപ്പാന്റെ തന്നെ ടോപ്പ് ലീഗിലാണ്. പോരാത്തന്നെ ഞാൻ അതിലെ സ്റ്റാർട്ടിംഗ് ഫോർവേഡ് കൂടിയാണ്. അതുകൊണ്ട് നീ നിന്റെ നാക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് കേട്ട് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിന്ന് സായി പറയുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ടോപ്പ് സ്കോററായി ജപ്പാൻ നാഷണൽ ടീമിൽ കയറി ലൈഫ് സെറ്റിൽഡ് ആക്കുക എന്നതാണ്. പക്ഷെ എൻ്റേത് അങ്ങനെയല്ല. ലോകത്തിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കർ ആവുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യത്തിന് ഡെപ്ത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ 7 അയലത്ത് കൂടി നിങ്ങളുടെ എത്തില്ല. എന്നാൽ തനിക്ക് ബെസ്റ്റ് സ്ട്രൈക്കർ ആവണമെന്നും അയാൾ പറയാൻ വന്നപ്പോൾ ഷിദോ അവിടേക്ക് എത്തി അവൻ്റെ തല പിടിച്ച് ടേബിളിലേക്ക് അടിക്കുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ള പ്ലേയേഴ്സ് അവരുടെ സ്റ്റാർട്ടിംഗ് പ്ലെയറിനെ ഉപദ്രവിച്ചത് കണ്ട് അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അവരെ തോൽപ്പിച്ചാൽ തന്നെ അടുത്ത സ്റ്റാർട്ടിംഗ് സ്ട്രൈക്കർ ആക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും സെൻഡോ എണീറ്റ് അവനുമായി ഫൈറ്റിന് ഒരുങ്ങുന്നു. അങ്ങനെ ഫൈറ്റ് തുടങ്ങുന്നത് കണ്ട് ഒരു പ്ലെയർ വന്നിട്ട് ഷിദോയെ കാലെ വരി നിലത്തേക്ക് ഇടുന്നു. ശേഷം അയാൾ, നിന്റെ സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കളിയിൽ മാത്രം കാണിച്ചാൽ മതി, ഇവിടെ ഇറക്കാൻ നിൽക്കണ്ട കേട്ടോടാ ലിറ്റിൽ പപ്പി എന്ന് പറയും. കൂടാതെ സായിയോടും അയാൾ സംസാരിക്കുന്നു. നീ ഇവിടെ ഒരു പുതിയ ആളാണ്, അതിൽ ഞങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റണമെങ്കിൽ നീ നിന്റെ കഴിവുകൊണ്ട് ഞങ്ങളുടെ ഡിഫൻസ് ലൈനിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അണ്ടർ 20 ഡിഫൻഡറായ ഒലിവർ ഐക്യുവും ബാക്കി ഡിഫൻഡേഴ്സും ചേർന്ന് സായി ഇത്തോഷിയെ വെല്ലുവിളിക്കുന്നു. അതേസമയം തങ്ങളുടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്ന ബാച്ചറയും ചിഗിരിയും പിന്നെ ഇസഗിയും അണ്ടർ 20 ഡിഫൻഡറായ നമ്മൾ നേരത്തെ കണ്ട ഐക്യുവിനെ പറ്റി സംസാരിക്കുന്നു. വളരെ സൈസുള്ള പ്ലെയറിന് ഇറ്റലി സീരിയയിൽ നിന്ന് വരെ ഓഫർ വന്നിട്ടുണ്ട്. ഡിഫൻസിലാണ് ആ ടീം അവരുടെ കളി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കതിനെ തകർത്താൽ പോരെ എന്ന് ബാച്ചറ ചോദിച്ചപ്പോൾ ചിഗിരി, അവരെല്ലാം എലൈറ്റ് പ്ലെയേഴ്സാണ്, അവരെ അത്ര എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നു. പക്ഷെ അവരെ തകർത്താൽ പോരെ എന്ന് ബാച്ചർ വീണ്ടും ചോദിക്കുന്നു. ഇത് കേട്ട് അവർ ആശ്ചര്യപ്പെടുന്നു. അതേസമയം അവരുടെ മോർണിംഗ് ഡ്രിൽ കഴിഞ്ഞ് ഒരു ബ്രേക്ക് അവർക്ക് നൽകുന്നു. അങ്ങനെ പോകുന്ന വഴി ഇസഗി തന്റെ കളിയിൽ ഇനിയും സ്റ്റാമിന ആവശ്യപ്പെടുന്നു മനസ്സിലാക്കുന്നു. കൂടാതെ തന്റെ ട്രാൻസ്ലൈൻ സ്റ്റേറ്റ് എങ്ങനെ വീണ്ടും ചെയ്യാമെന്ന് ഇസഗി ആലോചിക്കുന്നു. അപ്പോഴേക്കും റിന്നകത്തെ ജിമ്മിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന കണ്ട് ഇസഗി ബ്രേക്ക് ടൈം ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ അയാളോട് പറയുന്നു. എന്നാൽ അവനോട് ഇറങ്ങിപ്പോകാൻ റിൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇസഗി അവൻ എന്തെങ്കിലും പറ്റിയാൽ അത് ടീമിനെ മുഴുവനും ബാധിക്കുമെന്ന് പറഞ്ഞ് ഇസഗി അവനോട് നിർത്താൻ വീണ്ടും ആവശ്യപ്പെടുന്നു. പക്ഷെ റിൻ പറയുന്നു, അങ്ങനെ അവസാനം എനിക്ക് സായിക്കെതിരെ കളിക്കാനായി ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. അങ്ങനെ മടുത്ത് വർക്കൗട്ട് അവസാനിപ്പിച്ച റിന്നിന് ഇസഗി ഒരു വാട്ടർ ബോട്ടിൽ നൽകുന്നു. അവൻ നിരസിച്ചെങ്കിലും അവൻ ഇഞ്ചുറി ഒന്നും പറ്റാതെ നോക്കേണ്ടത് തന്റെ കൂടി ബാധ്യതയാണെന്ന് ഇസഗി പറയുന്നു. അങ്ങനെ പോകുന്ന വഴി ഇസഗി റിന്നിന്റെ അപ്പോഴുണ്ടായിരുന്ന ആ ഫേസ് താൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ലെന്നും തനിക്ക് ഈ മാച്ച് എന്തായാലും റിന്നിന്റെ ഒപ്പം ജയിക്കണമെന്നും ഇസഗി തീരുമാനിക്കുന്നു. അങ്ങനെ മീറ്റിംഗ് റൂമിലിരുന്ന് ഇഗോ അവരുടെ ഫിസിക്കൽ ട്രെയിനിങ് കഴിഞ്ഞു, ഇനി മാനസികമായുള്ള ട്രെയിനിങ്ങിന്റെ സമയമാണെന്ന് പറയുന്നു. അതിന് തുടക്കമായി ഒരു വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കർ ആവാൻ ആദ്യം വേണ്ട കഴിവായ ഫ്ലോ എന്ന സ്റ്റേറ്റ് ഉണ്ടാകണമെന്ന് അയാൾ പറയുന്നു. മനുഷ്യർ ഏതെങ്കിലും പ്രവൃത്തിയിൽ അവരുടെ ഫോക്കസ് മാക്സിമം നൽകുമ്പോഴാണ് അവിടെ ഫ്ലോ ഉണ്ടാകുന്നതെന്ന് അയാൾ പറയുന്നു. അങ്ങനെ എപ്പോഴായിരുന്നു കഴിഞ്ഞ കളിയിൽ നിങ്ങളുടെ ഫ്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത് എന്ന് ഇഗോ അവരോട് ഓർക്കാൻ പറയുന്നു. അങ്ങനെ ഇസഗി തന്റെ ലാസ്റ്റ് മാച്ചിൽ സംഭവിച്ച ട്രാൻസ്ലൈക്ക് സ്റ്റേറ്റിന്റെ കീ ഈ ഫ്ലോ ആണെന്ന് അവന് മനസ്സിലാകുന്നു. നമ്മുടെ എബിലിറ്റീസിന് ചേർന്ന് ഡെയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തുന്നത്. അത് കൂടുകയോ കുറയുകയോ ചെയ്യാൻ പാടില്ല. ഫ്ലോ അൺലോക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത്. നമ്മുടെ മാത്രം സന്തോഷമല്ലാതെ മറ്റൊന്നും അവിടെ അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് ഈഗോ. അതുള്ളവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായി സാധിക്കൂ എന്ന് ഈഗോ പറഞ്ഞത് കേട്ട ഇസഗിക്ക് മനസ്സിലാകുന്നു. അതുള്ളതുകൊണ്ട് മാത്രമാണ് താൻ പിന്നെയും സ്ട്രോങ്ങറായി വന്നത്. അപ്പോൾ ഈ അണ്ടർ 20 മാച്ച് ജയിക്കണമെങ്കിൽ ആ ഫ്ലോ എന്ന സ്റ്റേറ്റ് എങ്ങനെ നേടാമെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഇസഗി, ഞാൻ തീർച്ചയായും അത് കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ജപ്പാന്റെ തന്നെ സോക്കർ കരിയറിനെ തിരുത്തി എഴുതാനായി ബ്ലൂ ലോക്കിലെ 11 പേരെയും ഈഗോ തയ്യാറാക്കുന്നു. അങ്ങനെ എപ്പിസോഡ് 5 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ കമന്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരും. അതുവരേക്കും ടേക്ക് കെയർ.